ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പം തമ്മിൽ കണ്ടതുപോലെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടിത്തുടങ്ങിയെന്നുള്ളത്. അപ്പം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് എല്ലാവരുടെയും ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മെയ് ആകുമ്പോൾ 2 വർഷമാവും. പക്ഷേ 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാണ് എനിക്ക് 1000 സബ്സ്ക്രൈബർ തന്നെ ആയത്. എനിക്കിതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയില്ല, ചുമ്മാ അതൊരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഷോർട്സ് ഇട്ടാൽ കൂടുതൽ സബ്സ്ക്രൈബർ കയറുമെന്ന് മനസ്സിലാക്കി ഞാൻ ഷോർട്സിലേക്ക് തിരിഞ്ഞു. ഷോർട്സ് അന്നേരം ഇപ്പം എനിക്ക് 3000 സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ 4-5 മാസമായിട്ടേ ഉള്ളൂ ഷോർട്സ് ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്സ് ഇടുന്നത് അങ്ങ് കുറച്ചായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ അനുസരിച്ച് സബ്സ്ക്രൈബറും കയറിയിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ അത് കുറച്ച് വീഡിയോ എടുത്തിട്ടെന്ന് പറഞ്ഞൊന്നും യൂട്യൂബ് വരുമാനം കിട്ടത്തില്ല. ഞാൻ സാധാരണ വീട്ടിലെ കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതായിരുന്നു ഞാൻ എടുത്തിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വലിയ വ്യൂവേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അവർ തന്നിരിക്കുന്ന യൂട്യൂബ് പറയുന്നത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമാണ്. അത് യൂട്യൂബ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം. ചുമ്മാ നമ്മളങ്ങോട്ട് കുറേ വീഡിയോ എടുത്തിട്ടെന്ന് പറഞ്ഞ് നമുക്ക് പൈസയൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇപ്പം നാളെ ആകുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ജനുവരി 8 തൊട്ട് അങ്ങനെയാണ് അവർ കൗണ്ട് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മുടെ പഴയ വാച്ച് അവർ എല്ലാം അവർ മൈനസ് ചെയ്ത് കളയും. അപ്പം പുതിയത് കിട്ടുന്നതാണ് കയറുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ വാച്ച് അവർ ഇതാകത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു 5-6 മാസം ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വാച്ച് അവർ നന്നായിട്ട് റീച്ചായി വന്നതായിരുന്നു. പക്ഷേങ്കിൽ അതങ്ങ് അങ്ങ് എളുപ്പം കട്ടായി കുറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ആണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് യൂട്യൂബ് നമ്മളൊരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കിന് നാളത്തെ വ്ളോഗല്ലേ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പൊതുവേ അങ്ങ് വീഡിയോ എടുക്കുന്നത് നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം, കുഞ്ഞുങ്ങൾ പോകുന്നതും അതുപോലെ എൻ്റെ പാചകങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം കുഴപ്പമില്ലാതെ റീച്ച് ഒത്തിരി അങ്ങുണ്ടെന്നല്ല, കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എനിക്ക് അതിൻ്റെ വാച്ച് അവർ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഞാൻ വാച്ച് അവർ എനിക്ക് 4000 കംപ്ലീറ്റ് ആയിട്ടില്ല, സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബർ ഇപ്പം നല്ല രീതിയിൽ ഞാൻ ഷോർട്സ് ഇടുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്നുമുണ്ട്. അപ്പം എല്ലാവരും ഒരു ഡൗട്ട്, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ വീഡിയോ പിടിച്ചിടുമ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി പൈസ കിട്ടുന്നുണ്ട്, 1000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ ഞാൻ മേടിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഒരു ഡൗട്ടാണ്. അപ്പോൾ ഞാനിപ്പം ഫണ്ണി ആയിട്ടുള്ളതും അതുപോലെ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് സ്റ്റോറി ആയിട്ട് ഉള്ളതാണ്. ഇപ്പം ഞാനും കുഞ്ഞുങ്ങളും കൂടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതെനിക്ക് കുഴപ്പമില്ല, അത് നല്ല റീച്ച് ആകുന്നുണ്ട്. അപ്പോൾ അതന്നെ ഞാൻ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കണ്ട് അപ്പോൾ ഈ വരുമാനം കിട്ടും. പിന്നെ ഒരു കാര്യം, ഈ വരുമാനം കിട്ടുന്നോ എന്ന് ചോദിക്കുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാറ് പോലും ഇല്ല. അവർക്ക് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, നോട്ടിഫിക്കേഷൻ ചെല്ലുന്നും ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ അവർ എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്നുള്ളൊരു ധാരണയിൽ അവരത് കാണാറ് പോലും ഇല്ല. പക്ഷേ എനിക്ക് അതിനകത്തൊരു കുഴപ്പമില്ല. എന്നെ അറിയാത്തവരും പുറത്തുള്ളവരും ഒക്കെയാണ് എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നത്. നമുക്കിതിനകത്ത് നമുക്ക് യൂട്യൂബിൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ളൊരു ആപ്പുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ എവിടെ ഇരുന്നാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ എവിടെ ഇരുന്നാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ പ്രായം വരെ നമ്മളെ അവർ കാണിക്കും. ഇത്ര പ്രായത്തിനകമാണ് ഉള്ളവരായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്നത്. അങ്ങനെയെല്ലാം നമുക്കവർ ഇത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം. പക്ഷേങ്കിൽ ഇവർ കാണാതാണ് നമ്മളിങ്ങനെ ദിവസവും വീഡിയോ എടുത്തിടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാം. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നോടി വന്നിട്ട് നാളത്തെ വ്ളോഗിനുള്ളത്, പക്ഷെ അവർ നമ്മുടെ വീഡിയോ കാണുന്നില്ല. എന്നിട്ട് കുറച്ച് പൈസ കിട്ടിയല്ലേ, പൈസ കിട്ടാൻ തുടങ്ങിയല്ലേ, എങ്ങനെയാണ് അവരുടെ ചോദ്യം. നമ്മൾ പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല. കാരണം സബ്സ്ക്രൈബർ ഇത്രയുമായിട്ടുണ്ട്. അപ്പം നമ്മൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വിശ്വാസക്കുറവാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും അവരോട് കിട്ടുന്നുണ്ടെന്നോ ഇല്ലെന്നൊന്നും പറയാൻ പോയിട്ടില്ല. കിട്ടുന്ന സമയത്ത് കിട്ടും. നമ്മളിത് വരുമാനം കിട്ടുമെന്നുള്ളൊരു ഉദ്ദേശത്തിലല്ലായിരുന്നു തുടങ്ങിയത്. ചുമ്മാ ഇവിടെ ഇരുന്നപ്പോൾ വൈഫൈയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ പോയി കഴിയുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു, അങ്ങനെ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്കത് ചെയ്യുന്നതിനോട് എനിക്ക് നല്ല പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് ചെയ്തു പോകുന്നത്. ഷോർട്സ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നത്. ആദ്യമൊന്നും ഞാൻ ഷോർട്സ് ചെയ്യത്തില്ലായിരുന്നു, കുഞ്ഞുങ്ങളെയും കൊണ്ടായിരുന്നു ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരനും പറഞ്ഞു ഓക്കെ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് ഞാൻ ഡബ് ചെയ്തിടുന്നുണ്ട്. അപ്പം
എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടിത്തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലുമാണ് ഞാനിത് ചെയ്യുന്നത്. ആദ്യമൊക്കെ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു, ചുമ്മാ അങ്ങനെ എല്ലാവരും ചെയ്യുന്നു അതുപോലെ യൂട്യൂബ് അങ്ങ് ചെയ്യുന്ന വീഡിയോ ചെയ്തിടുന്നേ ഉള്ളായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എനിക്കതിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ ഒരു 50-60% എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം നാളെ ഒരിക്കൽ എനിക്ക് അതും എല്ലാവർക്കും കിട്ടുന്നോട്ട് എനിക്കും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലാതെ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് കുറേ സബ്സ്ക്രൈബർ, അവരെന്നെ കാണും പറയാം ആൻറ്റി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്കതാണ് ഇഷ്ടം. കാരണം ഇവർ രണ്ടുപേരും സ്കൂളിൽ പോകുന്നതൊക്കെ കാണുന്നതും അവരെ ഇതാക്കി സ്കൂളിൽ വിടുന്നതൊക്കെ കാണാനാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എന്നെ 10 പേരെ ഉള്ളെങ്കിലും അവരെന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങളോട് ഓരോരുത്തരോടും ഇപ്പം ഞാൻ 3K മുകളിലായി. പിന്നെ ഒരു കാര്യം, നമ്മൾ 100K ആയെന്ന് പറഞ്ഞാലും നമുക്ക് പൈസ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് 10 മില്യൺ ഇത്ര ദിവസത്തിനകം 10 മില്യൺ ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകത്തുള്ളൂ. മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഉടനെ തന്നെ നമ്മൾക്ക് പൈസ കിട്ടുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വ്യക്തിയോട് ചോദിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇടുന്ന കുട്ടികളും ഞാനും വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പൈസ കിട്ടുന്നില്ല. ഇവരുടെയൊക്കെ ധാരണ നമ്മൾ ഇടുന്നത് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഞാൻ വീഡിയോ ലാഗാക്കുന്നില്ല. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളും അതുപോലെ നല്ല നല്ല ചിലരൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അവരോടൊക്കെയുള്ള നന്ദിയൊക്കെ അറിയിക്കുന്നു. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.